ഞാൻ പറഞ്ഞല്ലോ, എവൻ്റെയെങ്കിലും അഴിമതി ഇങ്ങോട്ട് താ ഞാൻ പരസ്യമായി പറയും. അത് മാണി സാറ് കാണിച്ചാലും പറയും, അത് പി ജോസഫ് കാണിച്ചാലും പറയും, PC അപ്പം കാണിച്ചാലും പറയും. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, PJ ജോസഫിന് എതിരെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പിന്നിലും താങ്കൾ ചുക്കാൻ പിടിക്കുന്നു, താങ്കൾ ചരട് വലിക്കുന്നു ഇപ്പോഴും, ശരിയാണോ? ദൈവം സാക്ഷി, ആ പ്രസ്താവന തെറ്റാണെന്ന് മാത്രമല്ല എൻ്റെ മോൻ നോക്കി അത് പറയരുത്. ഞാൻ പുറകിൽ നിൽക്കുകയില്ല, അങ്ങനെ ഞാൻ മിന്നെ നിന്ന് യുദ്ധം ചെയ്യും. അല്ലാതെ പുറകിൽ ഒളിച്ചു നിന്നുള്ള ഈ കള്ളക്കച്ചവടത്തിനൊന്നും PC കിട്ടില്ല. ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, PJ ജോസഫിനെ എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താങ്കൾക്ക് ആ സ്ഥാനത്തേക്ക് വരാം. എന്തോ ഒരു ഊളത്തരമാണിത്. എന്നോട് പാടി ദൈവം സാക്ഷി, ജോസഫ് എന്തെങ്കിലും കാണുക രാജിവെച്ച് പോയാൽ എനിക്ക് വേണ്ട, മതിയോ? ഇതിക്കുള്ള പറയണോ? എന്നെ വിശ്വസിക്കൂ, എനിക്ക് വേണ്ട വേണ്ട വേണ്ട, മതിയോ? അപ്പൊ ഫലത്തിൽ PJ ജോസഫിനെതിരെയുള്ള താങ്കളുടെ പോരാട്ടം താങ്കൾ അവസാനിപ്പിച്ചു എന്നല്ലല്ലോ എന്നർത്ഥം. അങ്ങനെ ഓരോ സന്ദർഭം എടുത്ത് ചോദിച്ച ഉത്തരം പറയാൻ കഴിയില്ല. എന്റെ സംശയം, ഇന്നലെ വരെ താങ്കൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതൊക്കെ പിൻവലിച്ചോ? പിൻവലിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പിൻവലിക്കുകയോ പിൻവലിച്ചില്ലയോ എന്നുള്ള അപ്രസക്തമാണ്. അതുകൊണ്ടാണ് അപ്രസക്തമല്ല. കാരണം താങ്കളെ പോലെയുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നിവർന്നു നിൽക്കുന്നത് അഴിമതിക്കെതിരെ പോരാടുന്ന PC ജോർജ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വളരെ മാന്യമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. PJ ജോസഫും വളരെ നീതിബോധത്തോട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക, തീർച്ചയായും അത് തിരുത്തപ്പെടും, അതിന് സംശയം വേണ്ട. താങ്കൾക്ക് ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ തെമ്മാടിയാണ് എന്നൊരു ഇമേജ് ഇച്ച തെമ്മാടിത്ത് എനിക്കിഷ്ടമാണ്, എന്നോട് ക്ഷമിക്കണം. തെമ്മാടിയായിട്ട് തന്നെ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരുള്ള വോട്ട് മതി എനിക്ക്. എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. താങ്കളുടെ മണ്ഡലം പൂഞ്ഞാർ, പണ്ട് രാജാവുണ്ടായിരുന്നു, രാജകൊട്ടാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കളാണ് അവിടുത്തെ രാജാവ്, താങ്കളാണ് അവിടെ നീതിയും നിയമവും നടപ്പാക്കുന്നത്. അതിന് മറുപടി അർഹിക്കുന്നില്ല. അൽഫോൺസ് കണ്ണന്താനം ഇത്തരത്തിലൊന്ന് പറഞ്ഞിരുന്നു, ഓർമ്മ കാണും. ആ കണ്ണന്താനം എന്ത് ചെയ്യും? അയാൾ ഓടിയെടുത്ത് ഇപ്പം പുലി എടുത്തിട്ടില്ല. എന്താണ് യാഥാർത്ഥ്യം? എൻ്റെ നിയമത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മഹത്തരമായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളാണ് യജമാനന്മാർ. ഞാൻ കൂടെ പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ യജമാനന്മാർ, ഞാൻ ദാസനാണ്. നിങ്ങൾക്ക് ഇവിടെ ദാസ്യവൃത്തി ചെയ്യാൻ എന്നെ അനുവദിക്കണം. അതാ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു പരസ്യമായി. ഈ ദാസന് പിന്നെ എങ്ങനെയാണ് ചട്ടമ്പിയുടെ ഇമേജ് വന്നത്? ദാസന് ചട്ടമ്പിയുടെ ഇമേജ് ഇല്ലല്ലോ. ദാസനെ ദാസനായിട്ട് ജനങ്ങൾ കാണുന്നു. നമുക്ക് ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. താങ്കൾ തികച്ചും മതേതരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അല്ലെങ്കിൽ കേരള ആയിരിക്കും. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ വ്യക്തിപരമായ ഒരു കാര്യം. താങ്കളുടെ മകൻ വിവാഹം കഴിച്ചത് കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ചലച്ചിത്ര താരം ജഗതി ശ്രീകുമാറിന്റെ മകളെയാണ്. താങ്കളുടെ മരുമകൾ ഇപ്പോൾ പാർവതി ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. എവിടെയാണ് താങ്കളുടെ മതേതരത്വം? എൻ്റെ പൊന്നു സന്തോഷം, ചോദിച്ചതിന് നന്ദി കേട്ടോ. ആ കൊച്ചിനെ വിളിച്ചെന്ന് ചോദിക്കുക, ഞാനതിനെ എതിർത്തതാ. ചോദിച്ചോ ആ കുഞ്ഞിനോട്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ സ്നേഹം വന്ന് പറഞ്ഞത് ആരാന്നറിയാമോ? ജഗതി തന്നെ. ഞാൻ കെട്ടിച്ചേക്കാൻ പറഞ്ഞു, അന്നേരം ഞാൻ ഒന്നും ആലോചിക്കാൻ കെട്ടിക്കാൻ പറഞ്ഞവനെ. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് അദ്ദേഹവും ഭാര്യയും കൂടെ വീട്ടിൽ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്തേക്കാണോ മകൻ വരുന്നത് കല്യാണം കഴിഞ്ഞ്, അതോ ഈരാറ്റുപേട്ടയാണോ? ചോദ്യം. ഞാൻ പറഞ്ഞു, അത് എനിക്ക് ആകെ 2 ആൺമക്കളേ ഉള്ളൂ, ഞങ്ങളെ കുടുംബപരമായി ഒരിക്കലും തിരുവനന്തപുരത്തേക്ക് അവനെ വിടാൻ കഴിയില്ല, അവൻ ഇവിടെ തന്നെയായിരിക്കും, അവൻ്റെ ഭാര്യ ഇവിടെ തന്നെയായിരിക്കുന്നു. അപ്പോൾ പുള്ളി, ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ ചേർക്കണമെന്നോ? ഞാൻ എന്തിന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മരുമകനും മക്കളും ഒക്കെ ക്രിസ്ത്യാനിയായിട്ട് വരും, അപ്പൻ്റെ സമുദായത്തിലുള്ള പിള്ളേർ പോവുക, എല്ലാത്തിനും ഇവിടെ അരുത്ര പള്ളി കൊണ്ട് അടക്കും, എൻ്റെ മകളെ നിങ്ങൾ തെമ്മാടിക്കുഴിയിൽ അടക്കാനാണോ പ്ലാനെന്ന് എന്നോട് ചോദിച്ചു. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എൻ്റെ മനസ്സ് വേദനിച്ചു. കറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഇതേ ഒരു വലിയ മനുഷ്യൻ, ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ എത്രയോ നല്ല മനസ്സിൻ്റെ ഉടമയാണ് ജഗതി ശ്രീകുമാർ, എത്രയോ അറിവുള്ളവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്തോ അത് ഞാൻ സമ്മതിച്ചിരിക്കും. അങ്ങനെ അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാൻ ഇത് ക്രിസ്ത്യാനിയാക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവോ? ഈ കൊച്ചിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ആ കൊച്ചു പറയും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഇപ്പോഴും വേണം ക്ഷേത്രത്തിൽ പോകട്ടെ, എനിക്കതില്ല. അപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് എന്ന നിലയിലും തുടർന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.